ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനിയന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടാൻ പോവുകയാണ് കേട്ടോ. ആ അനിയൻ വരുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ കുറേ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് വീഡിയോസൊന്നും. പിന്നെ മടിയായിട്ട് വയ്യ. അപ്പം പിന്നെ ഏതായാലും അവിടെ എത്താനപ്പം പിന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാനും ഉമ്മയും ഇക്കാക്കും അനിയൻ്റെ വൈഫും കൂടെ ആണ് കേട്ടോ പോകേണ്ടത് സൗദി. പിന്നെ മക്കളില്ല, മക്കൾക്ക് സർപ്രൈസാണ്. മക്കൾ ഇത് അറിയില്ല ഞങ്ങൾ വരുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓരതൊക്കെ പൊളിച്ചിക്കണേ, ആ സർപ്രൈസൊക്കെ ഓല് പൊളിച്ചിക്കണേ, ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ പോലും സർപ്രൈസ് ആയെങ്കിൽ വരിക എന്നുള്ളതിലാണ്. ഞങ്ങൾ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല അതൊന്നും. അവന് പേഴ്സണലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും, എനിക്ക് ഞാനും ഓനും പേഴ്സണൽ വിടും. അതിനെല്ലാവരും ഇപ്പോൾ നാത്തൂൻക്കായിട്ടും പേഴ്സണലൊക്കെ വിട്ടിട്ടുണ്ട്, അനിയത്തി ഓരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടും അപ്പൊക്കെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്. അല്ല ഞാൻ മോള് പിടിക്കും എന്നുള്ള ഇതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയില്ല അവർ ഇതാവും എന്നുള്ളത്. പക്ഷേ അന്ന് രാവിലെ തന്നെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിയത്തി രാവിലെ നേരത്തെ എത്തി. അന്നേരം വെല്ലുമിച്ചുണ്ടല്ലോ, അവർക്ക് പോകണമെങ്കിൽ വെല്ലുമിച്ചിൻ്റെ അടുത്ത് ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അനിയത്തി എത്തിയിട്ടുണ്ട്. അനിയത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ഇതുപോലെ പിടിച്ചത്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ്. ഒരു 4 ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയൊരു ടൈമാണ്. അബുദാബി, ഷാർജ, ദമാം, റിയാദൊക്കെ ആയിട്ട്, ജിദ്ദൻ്റെതും അങ്ങനെ ഒക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഞാനും ഓനിങ്ങനെ നടന്ന് വരുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടുന്ന് പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളൊക്കെ പായിപ്പിച്ച് അതിൻ്റെ ഇടയിൽ പിന്നെ ഓൻ വന്നത് എനിക്ക് അങ്ങനെ വല്ലാതെ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ചെറിയ രീതിയിൽ ഞാൻ എടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷമുള്ളത് ഞാൻ എടുത്തിക്കണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ദാവോൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ സാധനം കയറ്റിപ്പോയി. അപ്പം ഇന്ന് എന്തെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഒന്ന് പോണ ദിവസമാണ് കേട്ടോ. അപ്പം അങ്ങോട്ടൊന്ന് പോകണം, എനിക്ക് അളിയനെ കാണും. അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. അപ്പം സർപ്രൈസ് എന്തെന്ന് വെച്ചാൽ രാവിലെ അനിയത്തി എത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓളെ ഫോൺ നമ്മളൊക്കെ വന്നാൽ നമ്മളെ ഫോണൊക്കെ എടുത്ത് മക്കളിങ്ങനെ നോക്കും, കളിക്കുകയൊക്കെ ചെയ്യും. ഓല് വീഡിയോസൊക്കെ വെറുതെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അങ്ങനെ നോക്കണതിൻ്റെ ഇടയിൽ ഓളെ മോന് ഡ്രൈവ് ചെയ്യും, എന്തോ ഓള് വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കണതിൻ്റെ ഓള് പറയുന്നുണ്ട് നസിയാപ്പാപ്പ പോകുന്നുണ്ട് ചൊവ്വാഴ്ച, അന്ന് തന്നെ കാക്ക വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം നസിയാപ്പാപ്പ പോകുന്നത് മക്കൾക്ക് അറിയാം, ഇപ്പം വരുന്നതല്ലേ അവർക്ക് അറിയാത്തുള്ളൂ. അതിപ്പോൾ എന്നെ അറിഞ്ഞു ചെയ്ത് അങ്ങനെ അതിന്ന് ഓല് പിടിച്ചിരുന്നു കേട്ടോ ആ കഥകൾ. പിന്നെ അനിയത്തിന് വീട്ടിലെത്തിയാണ്ട് ഓല് ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഇറങ്ങാന്നുള്ളതിൽ നിൽക്കുകയാണ്. ഓൾക്ക് 2:40 ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ 12 മണിയായി ഓലെ വീട്ടിലെത്തുമ്പോൾ. ഇപ്പം പോവും, ഇറങ്ങാണല്ലോ, അനിയനാണ് കൊണ്ടാക്കണതൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ താത്തി അനിയത്തി ഉണ്ട്, അനിയത്തി ഓൾറെഡി വന്നിട്ടുണ്ട്. താത്തൻ എൻ്റെ മോനെ പോയി കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അനിയനൊക്കെ വരവേൽക്കുകയാണ് ആങ്ങളെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമിച്ചിനെ കണ്ടവരൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെയാണ് മക്കളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അനിയത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ മോനോട് പറയുന്നത്, ഓളെ മോനോട് പറഞ്ഞത് കേട്ടതെന്ന്. അപ്പോൾ അങ്ങനെ കേട്ടത് ഒന്നും കൂടെ ഓൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടത് ഓൾ ഉറപ്പിച്ച് ഇഷമോള്. അങ്ങനെ ആയിഷുവിനോട് പറഞ്ഞ് മിക്കവാറും ഒന്ന് വെച്ച് വരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഓൽക്ക് ഉണ്ടാക്കും നല്ലതാണ്. മിസ്തു പിന്നെ ചെറുതല്ലേ, 4 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. ഓനക്ക് പിന്നെ പറഞ്ഞെടുത്താലും അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഓന്. അങ്ങനെ പിന്നെ അപ്പോൾ ഇഷമോൾ എന്ത് ചെയ്തതിന് പോകുമ്പോൾ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ബാഗിലിട്ട് കൊണ്ടുപോയിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സർപ്രൈസ് വീഡിയോ ഇങ്ങനെ മക്കൾ കാണില്ലേ ഫോണിൽ. അപ്പോൾ അതുകൊണ്ട് ഓൽക്കറിയാം, പിന്നെ ഒക്കെ അറിയാൻ അങ്ങനെ വരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്താണ് പോയത്. ഇതൊക്കെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞാൽ നമ്മളോട് പറയാണ് എങ്ങനെ ഇത് ഈ അറിഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പം പറയാണ് ഞാൻ ഇങ്ങനെ മാമിൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ കണ്ട് ആറുകാക്കനോട് പറയുന്നുണ്ട് മാമി. അത് കേട്ടപ്പോൾ ഉറപ്പായി. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ചോദിക്കും എന്തിനാ തോനെ പത്തിരി ചുടുന്നതെന്നൊക്കെ. അപ്പോൾ പത്തിരിനോട് വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കൂല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടായിരിക്കാം അവൾക്ക് പിന്നെ അത് വാങ്ങി പിന്നെ ഉച്ചമാമ വന്നിക്കണ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം പിന്നെ അതാ ആയിഷും മിസ്തും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓല വണ്ടി 3:15 വരും. അപ്പോൾ ഓല് വരുമ്പോൾ തന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാളൊരു സൈഡിൽ ദിവാനുണ്ട്. ആ ദിവാൻമേൽ ഓന് ബ്ലാങ്കറ്റൊക്കെ പൊച്ച് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ മോള് വന്ന് ഇതൊക്കെ വെച്ച് അപ്പോൾ ഒക്കെ ഉള്ളിലുണ്ടല്ലോ. ഈശൻ്റെ അത്ര ഇതില്ലെങ്കിൽ ആയിഷുവിനുണ്ട് ഇപ്പോൾ വെച്ച് വന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ മാമിമാരെല്ലാവരും കണ്ട്, എന്നെ കണ്ട്, ഇക്കാക്കനെ കണ്ട്, പിന്നെ റിഫുണ്ട്, പിന്നെ എൻ്റെ താത്തണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം പിന്നെ ഓൾക്ക് ഉറപ്പായിക്കണം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഒരു ഇങ്ങനെ പരിങ്ങലൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ അങ്ങനെ ഓനെനിക്ക് തോന്നുന്നു പിന്നെ ഓന് ദിവാനുമ്മൽ കിടക്കുന്നുണ്ടല്ലോ, പുതപ്പ് പൊച്ചാൽ കിടക്കുന്നത്. പിന്നെ ഓന് പുതപ്പ് താത്തിയോ എന്തോ അറിയില്ല. പിന്നെ മോള് ഇങ്ങോട്ട് വന്നപ്പം കണ്ട് അവളിങ്ങനെ ഓല് ചെക്ക് ചെയ്യാണല്ലോ അവിടെ ആണെന്നുള്ളത്. അപ്പോൾ അതാ കണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഇതൊന്നും മിസ്തുമോ എനിക്ക് ഇതൊന്നും ഒരു എന്തില്ല കേട്ടോ, അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ സംഭവിക്കണമെന്നൊന്നും ഓനക്ക് അറിയുന്നില്ല. ഓനിങ്ങനെ ഓടിപ്പോയി കുടിക്കുന്നു ഞങ്ങൾക്ക് നമ്മൾ വിചാരിച്ചെങ്കിലും. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ കൊണ്ട് ശ്രുതി അങ്ങോട്ട് ആക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ അങ്ങോട്ട് പോയപ്പം പിന്നെ ഭയങ്കര അയപ്പച്ചനെ കെട്ടിപ്പിടിക്കലും ആവലും ആക്കലും ഭയങ്കര ഇതൊക്കെ പറയലൊക്കെ. അതിൻ്റെ ഇതാ നമ്മൾ പിന്നെ അസാനുട്ടിന് അതിന് മുന്നേ കണ്ട് ഓനെ ഇതാക്കിക്കണേ.
പിന്നെ ഒലാക്കാക്കാന്നാ വിളിക്കുക. പിന്നെ ഗൾഫിലൊക്കെ നമ്മളവിടെ അവിടുന്നൊക്കെ അവിടെ വരുമ്പോൾ ഭയങ്കര കളിയേനി ഓനായിട്ട്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതാ അപ്പം മക്കളൊക്കെ നല്ല കളിയിലാണ്. ഇനിയിപ്പോൾ അടുത്ത ആൾ വരുന്നുണ്ട്. ഓൾക്ക് 4 മണിക്കാണ് ഓളെത്തുക. അപ്പോൾ ഓളെത്തുമ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നത്. അപ്പം പിന്നെ സ്വതി പറഞ്ഞിട്ടുണ്ടെന്ന് 10 എന്താ തോനെ ചുട്ടെന്ന് ചോദിക്കണം. അപ്പോൾ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ആൾക്കെന്ന് ഓളിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഇത്രത്തോളം ഒന്നും അറിയലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് നമ്മൾ. പക്ഷെ ഓള് ഓൾക്ക് അറിയുന്നത് നമ്മളറിയില്ല എന്നുള്ളതിലാണ് ഓള് വരുന്നത്. ഓള് വന്ന് സാധാരണ ഒരു വാച്ചോടൊക്കെ കഴിച്ച് ബുക്കൊക്കെ വെച്ച് അടുക്കളൻ്റെ അടുക്ക് പോയി പിന്നെ കൊലായിൻ്റെ അടുക്ക് പോയി ഇപ്പോൾ ഇവിടാണ് കിടക്കുന്നത് നോക്കി ഇങ്ങനെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനിങ്ങനെ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിലൊന്നും ഇത് ഷെയർ ചെയ്തിട്ടില്ല. ഒരു പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊന്നും അങ്ങനെ വിട്ടതൊക്കെ അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇഷമോൾ ഇനി ഇതാ വന്നു കേട്ടാ. വന്നപ്പോൾ നേരെ നെട്ടോട്ടം പോവുകയാണ് അടുക്കളൻ്റെ അടുക്ക്. പിന്നെ അങ്ങനെ പിന്നെ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഓളെ വൈത്തൽ ഈ ക്യാമറ ആയിട്ട് നടക്കുകയല്ലേ. അതുകൊണ്ട് അപ്പോഴും ഒക്കെ അറിയാം എന്തിനാണ് ഇവർ ക്യാമറ ആയിട്ട് നടക്കുന്നത്, എന്താണ് ഇവിടെ ഉള്ളതെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അതൊന്നും ഒരു ഇതില്ല. പിന്നെ ഓളൊരു സർപ്രൈസും കൊടുക്കാൻ സമ്മതിക്കൂല. നമുക്ക് വെഡിങ് ആനിവേഴ്സറിന് ഒരു വള കൊടുക്കാൻ ഞാൻ പോയത്, വള എന്നറിയില്ല ഓള് വരും എന്നുള്ളത് എൻ്റെ അമ്മേനോട് പറഞ്ഞ ഒരു വോയിസ് ഓള് കേട്ട്. ഇനിയിപ്പോൾ ഓള് വന്നിട്ട് ഒപ്പനെ കണ്ട് റൂമിലാണ് ഞാൻ ചെക്ക് ചെയ്യുക. അപ്പോൾ റൂമിൽ വന്ന് ചെക്ക് ചെയ്തവളുടെ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെയാണ് എക്സ്പ്രഷൻ കേട്ട് വലിയ കെട്ടിപ്പിടിച്ച് വലിയ ആളാവുകയാണ് നമ്മളേതോ സാധനം എന്നറിയാം. പിന്നെ ഏതായാലും ഇത്രയുള്ള വീഡിയോ കേട്ടോ. എന്നാൽ അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.